ഇന്ന് നമുക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ബിരിയാണി മസാല എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ബിരിയാണി മസാലയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടി 8 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 5-6 ഏലക്ക, ഒരു ചെറിയ കറുത്ത കളറിലുള്ള ഏലക്ക ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 തക്കോല എടുത്തിട്ടുണ്ട്. ഒരു ജാതിക്കയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണിത്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 4 സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സവാളയാണ് എടുത്തത്. സവാള നമ്മൾ അരിഞ്ഞെടുക്കുമ്പം കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സവാളയൊക്കെ ഇതുപോലെ വേറിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അങ്ങ് തിരുമ്മി കൊടുത്താൽ മതി. ഈ സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ സവാളയ്ക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ആദ്യത്തെ ബാച്ച് ഞാനിപ്പോൾ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബാച്ച് നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം. നമ്മൾ ഈ ബിരിയാണിയിലേക്ക് സവാള വാട്ടിയിട്ട് ചേർക്കുന്നില്ല, ഇതുപോലെ വറുത്ത സവാളയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇപ്പം ഞാൻ സവാള മുഴുവനായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഞാൻ ബിരിയാണിയിൽ ചേർക്കുന്നില്ല, 2 ടേബിൾ സ്പൂണേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതുപോലെയുള്ളൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. 900 ഗ്രാം ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. 1 കിലോയിൽ താഴെയാണ് എടുക്കുന്നത്. അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മതി. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ ബിരിയാണി മസാല, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബിരിയാണി മസാല 2.5 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് യെല്ലോ കളർ ചേർക്കുന്നുണ്ട്. ഓറഞ്ച് യെല്ലോ കളറാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു യെല്ലോയിഷ് കളറല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ കളർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മല്ലിയില ചേർക്കുക. മല്ലിയില എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില എടുക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മല്ലിയില എടുത്തതിൻ്റെ പകുതി പുതിനയില എടുക്കുക. 1/2 കപ്പ് പുതിനയില എടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയുടെ 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കി 1/4 ഭാഗം നമുക്ക് ദം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഈ 1/4 ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഈ തൈരൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 250 ml കപ്പിൽ 1/2 കപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോയിൽ താഴെയാണ് ചിക്കൻ ഉള്ളത്, 1 കിലോ ഇല്ല, 900 ഗ്രാമാണ് ചിക്കൻ ഉള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മസാലകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം പിടിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യാം.
ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂറാണ് മാറ്റി വെക്കുന്നത്. ഇതുപോലെ ഒന്ന് അടച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഞാനിപ്പോൾ ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കുകയാണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തത്. നമ്മൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നീളമുള്ള റൈസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും 20 മിനിറ്റ് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 20 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. ഇതുപോലെ ഒരു പാനിലേക്ക് ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നിതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കനെ വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിക്കുക ആദ്യം. ഞാനിപ്പോൾ ഇവിടെ നെയ്ച്ചോറാക്കിയിട്ടല്ല എടുക്കുന്നത്, നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ നമ്മുടെ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ ഇപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. നമ്മൾ റൈസ് വേവിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇതുപോലെ ചിക്കൻ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഒരു 90% വെന്താൽ മതി നമ്മുടെ റൈസ്. നമ്മൾ ദം ചെയ്യുമ്പം കുറച്ചുകൂടെ ഒന്ന് റൈസ് വേവും. റൈസ് ഒരുപാട് അങ്ങ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 90% വെന്തതിന് ശേഷം നമുക്കിതുപോലെ ഊറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് ആദ്യം റൈസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുക ആദ്യം. ഏലക്കയും ഗ്രാമ്പും ഒക്കെ എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ എടുത്ത് മാറ്റാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബിരിയാണി മസാല ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച സവാള ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇടുക. യെല്ലോ കളർ ഇതുപോലെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഇതുപോലെ ഇടുക. ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച സവാള ഇതുപോലെ ഇടുക. ബാക്കിയുള്ള റൈസ് മൊത്തമായിട്ട് ഇതിൻ്റെ മേലെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ സവാള ഫ്രൈ ചെയ്ത സവാള ഇതുപോലെ ഇട്ട് കൊടുക്കുക.
കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. യെല്ലോ കളർ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. ഇനി ഒരു അലൂമിനിയം ഫോയിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഇനി നമുക്കൊരു തവ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെക്കണം, വളരെ ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്